UDF കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് പി ഇന്ദിര പയ്യാമ്പലത്ത് മത്സരിക്കും. റിജിൽ മാക്കുറ്റി ആദികടലായിൽ. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, UDF കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൃഷ്ണേന്ദു, നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് കണ്ണൂർ കോർപ്പറേഷനിൽ UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ സ്ഥാനാർത്ഥിത്വമാണ്. പി ഇന്ദിര ഇന്നലെ വരെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് വീണ്ടും ചർച്ചകളൊക്കെ നടന്നത്. മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് ഈ തീരുമാനങ്ങളൊക്കെ പിന്നീട് മാറ്റിയത്. അങ്ങനെ അഡ്വക്കേറ്റ് പി ഇന്ദിര പയ്യാമ്പലത്ത് മത്സരിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. പയ്യാമ്പലത്ത് ബിന്ദു എന്ന അവിടുത്തെ ഒരു പ്രാദേശിക പ്രവർത്തകയുടെ പേരാണ് പട്ടികയിൽ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നത്. പിന്നീട് പി ഇന്ദിര അത് എന്തായാലും സ്ഥാനാർത്ഥിത്വം വേണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ നേതൃത്വം ഉൾപ്പെടെ എത്തുകയാണ് ഉണ്ടായത്. അഡ്വക്കേറ്റ് പി ഇന്ദിരയെ മത്സരിപ്പിക്കണം എന്ന് പാർട്ടി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ പയ്യാമ്പലത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഉദയം കുന്നിൽ മത്സരിപ്പിക്കണം എന്നൊരാവശ്യം ശക്തമായി തന്നെ നേതൃത്വത്തിനുണ്ടായിരുന്നുവെങ്കിലും അവിടെ അനൂപ് ബാലൻ മത്സരിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് പാർട്ടി പോവുകയും അങ്ങനെയാണ് ഇന്ദിര പയ്യാമ്പലത്ത് എത്തിയത്. മറ്റൊരു ശ്രദ്ധേയമായ സ്ഥാനാർത്ഥി റിജിൽ മാക്കുറ്റിയാണ്. ആദികടലായിൽ നിന്നാണ് റിജിൽ മാക്കുറ്റി ജനവിധി തേടുന്നത്. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ മുണ്ടയാട് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. ഈ മേയർ സ്ഥാനാർത്ഥി ആരാകും എന്ന ചോദ്യത്തിന് അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർട്ടി മുന്നണി തീരുമാനിക്കും എന്നാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കിയത്. ഈ വാർത്താ സമ്മേളനത്തിൽ മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് തർക്കങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു, ഇനി എല്ലാവരും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്, ഒരു തർക്കവും ഇപ്പോൾ പാർട്ടിയിൽ നിലവിലില്ല, മുന്നണിയിൽ നിലവിലില്ല, വലിയ വിജയം നേടാൻ പോവുകയാണ് UDF എന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗും ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം KP താഹിർ മത്സരരംഗത്തേക്ക് വരുന്നു. ആദ്യമായാണ് KP താഹിർ ഈ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് KP താഹിർ. ആദ്യമായാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താഹിർ പോകുന്നത്. നേരത്തെ മുണ്ടേരി ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്നെങ്കിൽ അന്ന് കോൺഗ്രസുമായുള്ള ഒരു ധാരണ പ്രകാരം മുണ്ടേരി ഗംഗാധരന് വേണ്ടി ആ സീറ്റ് KP താഹിർ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വാരൻ ഡിവിഷനിൽ നിന്നാണ് KP താഹിർ ജനവിധി തേടുന്നത്. മുസ്ലിം ലീഗിന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് KP താഹിർ എന്ന് വ്യക്തം. അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഷമീമ പടന്നയിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. മുസ്ലിം ലീഗിന് ടേം വ്യവസ്ഥയിൽ മേയർ സ്ഥാനം കിട്ടുമ്പോൾ P ഷമീമ മേയർ ആകും എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ്. KM സാബിർ ടീച്ചറുമുണ്ട്, കഴിഞ്ഞ കൗൺസിലറാണ്. മികച്ച കൗൺസിലർ എന്ന രീതിയിൽ KM സാബിറയെ വീണ്ടും ലീഗ് മത്സരിപ്പിക്കുകയാണ്. അറക്കൽ ഡിവിഷനിൽ നിന്നാണ് സാബിറ മത്സരിക്കുന്നത്. അങ്ങനെ പരിചിതമായ മുഖങ്ങൾ, അതോടൊപ്പം തന്നെ പുതുമുഖങ്ങൾ, അങ്ങനെ ഒരു സമ്മിശ്രമായ പട്ടികയാണ് UDF ഇന്ന് പുറത്ത് വിട്ടിരിക്കുന്നത്. എന്തായാലും കണ്ണൂർ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള തർക്കങ്ങൾ പുറമേക്ക് വലിയ രീതിയിലുള്ള തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. നേരത്തെ കണ്ണൂർ വിഷൻ പുറത്തുവിട്ട ലിസ്റ്റ് ഏതാണ്ട് സമാനമായ ലിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഇന്ന് പുറത്തുവിട്ട ലിസ്റ്റും. പള്ളിയാമൂലയിൽ P ദീപയാണ് മത്സരിക്കുക. കുന്നാവിൽ P അശോകൻ, കൊക്കേൻപാറ KC ശ്രീജിത്ത്, പള്ളിക്കുന്ന് പ്രീത വിനോദ്, ഉദയംകുന്ന് അനൂപ് ബാലൻ, പൊടിക്കുണ്ട് രമേശൻ പാണ്ഡൻ, കൊറ്റാളി ഉഷാകുമാരി K, അത്താഴക്കുന്ന് K ശ്രീജ, തുളിച്ചേരി പനയൻ ഉഷ, വലിയന്നൂർ K സുമ, ചേലോറ K ഷീന, മാച്ചേരി പ്രമീള A, പള്ളിപ്പൊയിൽ M റഫീഖ്, കാപ്പാട് പാർത്തൻ ചാങ്ങാട്ട്, എളിയാവൂർ സൗത്ത് T സിത്താര, മുണ്ടയാട് ശ്രീജ മഠത്തിൽ, എടച്ചൊവ്വ T പ്രദീപൻ, കാപ്പിച്ചേരി അശ്വിൻ മധുക്കോത്ത്, മേലെ ചൊവ്വ സപ്ന K, കീഴ്ത്തള്ളി KP സീത, ആറ്റടപ്പ K ഹസീന, ചാല PK പ്രീത, എടക്കാട് KV അഖിൽ, ആലിങ്കിൽ അഡ്വക്കേറ്റ് സോന ജയറാം, കിഴുന്ന K ശ്രുതി, തോട്ടട ഉഷാകുമാരി KK, ആദികടലായി റിജിൽ മാക്കുറ്റി, കാഞ്ഞിര മൊഹസീന ഫൈസൽ, കുറുവ A മിത്രൻ, വെത്തിലപ്പള്ളി മുഹമ്മദ് ഷിബിൽ KK, ചൊവ്വ നാരത്ത് ഗിരീശൻ, സൗത്ത് ബസാർ അഡ്വക്കേറ്റ് റോഷ്ന അഷ്റഫ്, ടെമ്പിൾ ഷമ്മി NP, തായത്തെരു അഡ്വക്കേറ്റ് ലിഷ ദീപക്, കാനത്തൂർ രേഷ്മ വിനോദ്, പയ്യാമ്പലം അഡ്വക്കേറ്റ് പി ഇന്ദിര, താളിക്കാവ്
അജിത് പാറക്കണ്ടി, പഞ്ഞിക്കയിൽ ഉമേഷ് കണിയാങ്കണ്ടി. ഇതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെയാണ്. തളാപ്പ് TP ജമാൽ, കക്കാട് CK ഷബീർ, കക്കാട് നോർത്ത് സുബൈർ കിച്ചിരി, ചാതുലിപ്പള്ളി VK മുഹമ്മദ് അലി, പള്ളിപ്പുറം അർഷാദ് A, വാരം KP താഹിർ, അതിരകം മുർഷിദ് KT, എളിയാവൂർ നോർത്ത് ബിസ്മില്ല BB, താഴെ ചൊവ്വ ഖൗലത്ത് P, തിലാന്നൂർ മുസ്തഫ CV, ഏഴര ഫസ്ലീം TP, പടന്ന P ഷമീമ, നീർച്ചാൽ നിസാമി C, അറക്കൽ KM സാബിറ, ആയിക്കര സിറാജ് M, കസാനക്കോട്ട സഹദ് മാങ്കടവൻ, താണ റിഷാം M, ചാലാട് സഫ്ന CV. ഇതാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന ഒരു പേര് മുൻ ഡെപ്യൂട്ടി മേയർ C സമീറിന്റേത് കൂടിയായിരുന്നു. പക്ഷേ C സമീറിന് ഇത്തവണ സീറ്റ് നൽകിയിട്ടില്ല. ആയിക്കര ഡിവിഷനിൽ നിന്നും സിറാജിന്റെ പേരിനാണ് മുൻതൂക്കം ലഭിച്ചത്. അങ്ങനെ അവിടെ ഏകകണ്ഠമായി ഒരു തീരുമാനത്തിൽ എത്തിയെങ്കിൽ മാത്രം C സമീറിന് സ്ഥാനാർത്ഥിത്വം എന്നതായിരുന്നു പാർട്ടിയുടെ നിലപാട്. അങ്ങനെ അവിടെ നിന്നും ഡിവിഷൻ കമ്മിറ്റിയിൽ നിന്നും മറ്റു പേരുകൾ കൂടി വന്നതുകൊണ്ട് ടേം വ്യവസ്ഥ പ്രകാരം മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു C സമീറിന്. അങ്ങനെ C സമീറിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ജില്ലാ പാർലമെന്ററി ബോർഡ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാ തർക്കങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നിരിക്കുകയാണ്. ഒരു തരത്തിലും ഒരു സ്ഥലത്തും റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പിച്ചു പറയുകയാണ് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ജില്ലാ നേതൃത്വങ്ങൾ. അതോടൊപ്പം തന്നെ PK രാഗേഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. K സുധാകരനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഒരു അടഞ്ഞ അധ്യായം എന്ന് PK രാഗേഷിന്റെ കാര്യത്തിൽ പാർട്ടിയിൽ തിരിച്ചെത്തുന്ന കാര്യത്തിൽ ഒരു അടഞ്ഞ അധ്യായം എന്ന് പറയാൻ കഴിയില്ല എന്ന് K സുധാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഒരു ചർച്ച അക്കാര്യത്തിൽ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് PK രാഗേഷ് കത്ത് നൽകിയിട്ടില്ല എന്നും K സുധാകരൻ പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് തനിക്ക് താൻ KPCC പ്രസിഡന്റായിരിക്കുമ്പോഴൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും പറഞ്ഞത് കത്ത് നൽകണമെന്നുണ്ടെങ്കിൽ അത് താഴെ തട്ടിലാണ് നൽകേണ്ടത്, അതും ഇതുവരെ നൽകിയിട്ടില്ല എന്ന് മാർട്ടിൻ ജോർജും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു തരത്തിലുള്ള ഭീഷണിയും PK രാഗേഷിന്റെ സ്ഥാനാർത്ഥിത്വമോ ഒന്നും ഉണ്ടാക്കില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷനിൽ നേരത്തെ തന്നെ LDFും BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എന്തായാലും UDF സ്ഥാനാർത്ഥികൾ കൂടി കളത്തിൽ ഇറങ്ങിയതോടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമായിരിക്കുകയാണ് കൃഷ്ണേന്ദു.